Vesselam. Omurkomu ben hocaya gibi bir şey. ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ട അദ്ദേഹത്തിൻ്റെ മൃതദേഹ ചിത്രം ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും കണ്ടതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയെ ഞെട്ടിച്ച ഈ കൊലപാതകം വെറുമൊരു നേതാവിൻ്റെ അന്ത്യമല്ല, മറിച്ച് ഇറാൻ്റെ രാഷ്ട്രീയ നയങ്ങളെയും ആഗോള സുരക്ഷയെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഖമേനിക്ക് ശേഷം ആര് ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ? ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തോടെ ഇറാനിലെ ഏറ്റവും വലിയ ചർച്ച പിൻഗാമിയെക്കുറിച്ചാണ്. ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി ആയിരിക്കുമോ അടുത്ത പരമോന്നത നേതാവ്? ഖമേനിയുടെ ഭരണകാലത്ത് പിന്നണിയിൽ നിന്ന് ശക്തിയായി പ്രവർത്തിച്ചിരുന്ന തന്ത്രശാലിയാണ് മുജ്തബ. അതല്ലെങ്കിൽ ഖമേനിയുടെ അടുത്ത അനുയായിയായ അലിൽ ലാരിജാനി വരുമോ? എന്നാൽ മുജ്തബയും കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. ആര് വന്നാലും ഇറാനിൽ ഒരു ഭരണമാറ്റം അത്ര എളുപ്പമാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ചരിത്രമാണ് ഇറാൻ്റേത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നു. അമേരിക്കയുമായി ഒരു ആണവ കരാർ ചർച്ച പോലും നടന്നിരുന്നു. എന്നാൽ ആ ചർച്ചകൾ പൂർത്തിയാകും മുമ്പാണ് ഈ ആക്രമണം നടന്നത്. സമാധാനം ആഗ്രഹിക്കുന്നു എന്ന സൂചനകൾ നൽകിയിട്ടും ഇസ്രയേലും അമേരിക്കയും അത് അവഗണിച്ചു. തങ്ങളുടെ പക്കൽ ആയുധശേഖരം ഇനിയുമുണ്ടെന്ന് ഇറാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് ചെവികൊള്ളാൻ ആരും തയ്യാറായില്ല. ഭരണകൂടത്തിനെതിരെ നേരത്തെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ജനങ്ങൾ പോലും ഇപ്പോൾ ഖമേനിയുടെ മരണത്തിൽ മനം നൊന്ത് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുമായി സമരസമില്ല, കീഴടങ്ങലില്ല എന്ന മുദ്രാവാക്യമാണ് ഇറാൻ തെരുവുകളിൽ മുഴങ്ങുന്നത്. രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ജനത ഒറ്റക്കെട്ടായി ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണിത്. ഈ ജനകീയ വികാരം ഇറാനെ കൂടുതൽ അക്രമകാരികളാക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും അപകടകരമായ ഒരു വശം ഇറാൻ്റെ ആണവ നിലപാടാണ്. ആണവായുധങ്ങൾ വികസിപ്പിക്കരുത് എന്നൊരു മതശാസന ഖമേനി മുമ്പ് നൽകിയിരുന്നു. ഊർജ ആവശ്യങ്ങൾക്ക് മാത്രം യുറേനിയം ഉപയോഗിക്കാനായിരുന്നു ആഹ്വാനം. എന്നാൽ ഖമേനി കൊല്ലപ്പെട്ടതോടെ ഈ ശാസനക്കും പ്രസക്തിയില്ലാതാകുന്നു. 24 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ ഇറാൻ ആണവായുധം നിർമ്മിച്ചേക്കാം. ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ഭയാനകമായ സാഹചര്യം. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാനായി ഇറാൻ ഏത് വിധത്തിലുള്ള തിരിച്ചടിയാകും നൽകുക? ഒരു ലോകമഹായുദ്ധത്തിലേക്ക് ഇത് വഴിമാറുമോ? വരും മണിക്കൂറുകൾ ലോകത്തിന് നിർണായകമാണ്.